ഹായ് ഓൾ, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. മറ്റേത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ പോലെ പൈത്തണിലും കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് സെയിം മീനിങ് തന്നെയാണുള്ളത്. ദേ യൂസ് ടു കൺട്രോൾ ദ ഫ്ലോ ഓഫ് എക്സിക്യൂഷൻ ഓഫ് എ പ്രോഗ്രാം. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് if else സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പോൾ if else സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മളൊരു എക്സാമ്പിളിന്റെ ഹെൽപ്പോട് കൂടി നമുക്ക് if else സ്റ്റേറ്റ്മെന്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. if a greater than 20, b greater than 25. അങ്ങനെ നമ്മൾ രണ്ട് വാല്യൂസ് a ആൻഡ് b എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച്. if a greater than b ആണ് എങ്കിൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെങ്കിൽ താഴെ അടിയിലുള്ള ഈ സെറ്റ് ഓഫ് കോഡ്സ് വരയ്ക്കുകയും ഇനി അത് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ലെങ്കിൽ എൽസ് പാർട്ടിൽ വരുന്ന സെറ്റ് ഓഫ് കണ്ടീഷൻസ് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെയാണ് if else സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുന്നത്. ഈ പർട്ടിക്കുലർ എക്സാമ്പിളിൽ a equal to 20 ആണ്, b equal to 25 ആണ്. അപ്പോൾ ഫസ്റ്റ് സിസ്റ്റം ചെക്ക് ചെയ്യുന്നത് a greater than b ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ 20 greater than 25 ആണോ എന്ന് ചെക്ക് ചെയ്യും. ദാറ്റ് മീൻസ് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പൊ അതുകൊണ്ട് ഈ സെറ്റ് ഓഫ് കോഡ്സ് വർക്ക് ചെയ്യില്ല. അത് എൽസ് പാർട്ടിലേക്ക് പോകും. എൽസ് പാർട്ടിൽ പ്രിന്റ് ബി ഈസ് ഗ്രേറ്റർ എന്നായിരിക്കും പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ ബിയുടെ വാല്യൂ ആണ് അവിടെ പ്രിന്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത് 25 ഈസ് ബിഗർ എന്ന ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ if else സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒരു സെറ്റ് ഓഫ് കണ്ടീഷൻസ് കൂടി ചെക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് elif എന്ന് പറയുന്നത്. മറ്റ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ കേട്ടുള്ളത് else if ആയിരുന്നു. പക്ഷെ ഇവിടെ നമ്മൾ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ elif ആണ് യൂസ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. a equal to 30, b equal to 30. രണ്ടിന്റെ വാല്യൂ സെയിം ആണ്. അപ്പോൾ ഇതിലും നമ്മൾ സെയിം തന്നെയാണ്, ഒരു if സ്റ്റേറ്റ്മെന്റ് വെച്ചിരിക്കുകയാണ്. if a greater than b. ഇവിടെ നമ്മൾ a greater than b ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അത് yes ആണെങ്കിൽ, ട്രൂ ആണെങ്കിൽ ഈ സെറ്റ് ഓഫ് കോഡ്സ് വർക്ക് ചെയ്യും. ഓക്കെ, ഇനി അതല്ല എങ്കിൽ എൽസ് പാർട്ടിലേക്ക് പോകും, എൽസ് ഇഫിലേക്ക് പോകും. എൽസ് ഇഫിൽ b greater than a ആണോ ചെക്ക് ചെയ്യും. ആ b greater than a ആണ് എങ്കിൽ b is bigger, b യുടെ വാല്യൂ is bigger എന്ന് പ്രിന്റ് ചെയ്യും. ഇനിയും ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ അല്ല എങ്കിൽ അതിന്റെ എൽസ് പാർട്ടിലേക്ക് പോകും. അപ്പൊ ബോത്ത് ആർ സെയിം എന്നുള്ള ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഈ പർട്ടിക്കുലർ എക്സാമ്പിളിൽ a equal to 30 ആണ്, b equal to 30 ആണ്. ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യാണ് a greater than b ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ രണ്ടും സെയിം ആയതുകൊണ്ട് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ അല്ല. നെക്സ്റ്റ് എൽസ് ഇഫിലേക്ക് പോകുന്നു. എൽസ് ഇഫിലേക്ക് b greater than a ആണോ ചെക്ക് ചെയ്യുന്നു. ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ എൽസ് പാർട്ടിലേക്ക് പോകുന്നു. എൽസ് പാർട്ടിലേക്ക് വരുമ്പോൾ പ്രിന്റ് ബോത്ത് ആർ സെയിം എന്നുള്ള ഔട്ട്പുട്ട് നമുക്ക് പ്രിന്റ് ചെയ്യുന്നു. ഇനി നമുക്കൊരു പ്രോഗ്രാം ചെയ്ത് നോക്കാം. ഞാൻ പ്രോഗ്രാം ചെയ്യുന്നത് ഒരു സംഖ്യ ഇൻപുട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോസിറ്റീവ് നമ്പർ ആണോ നെഗറ്റീവ് നമ്പർ ആണോ അതോ സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി ഞാൻ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. നം എന്നൊരു വേരിയബിൾ ആണ് യൂസ് ചെയ്യുന്നത്. നം ഈക്വൽ ടു, നമുക്കറിയാം ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് എല്ലാം സ്ട്രിംഗ് ആയിട്ടാണ് എടുക്കുന്നത്. നമുക്കത് ഇന്റീജർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. സോ ടൈപ്പ് കാസ്റ്റിംഗ് കൺവേർഷൻ നമ്മൾ യൂസ് ചെയ്യാണ്. ഇന്റ് ഓഫ് എന്ന് കൊടുത്തിട്ട് ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നത്. ഇൻപുട്ട് ഓഫ്, നമുക്ക് എന്തെങ്കിലും കമന്റ്സ് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഉള്ളിൽ നമ്മൾ ഡബിൾ കോട്സിനുള്ളിൽ കൊടുക്കും. അപ്പൊ ഞാനിവിടെ എന്റർ എ നമ്പർ എന്നൊരു കമന്റ് കൊടുക്കണം. അപ്പോൾ ഇപ്പോ നമ്മൾ നം എന്നുള്ള വേരിയബിളിലേക്ക് നമ്മൾ ഒരു വാല്യൂ എൻറ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെക്ക് ചെയ്യണം ആ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണോ. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതൊരു പോസിറ്റീവ് സംഖ്യയാണ്. ഇനി ലെസ് ദാൻ 0 ആണെങ്കിൽ അത് നെഗറ്റീവ് സംഖ്യയാണ്. ഇനി അല്ലാത്ത പക്ഷം അത് എന്തായാലും 0 ആയിരിക്കും. ഈ ഒരു ലോജിക്കോട് കൂടിയാണ് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ if സ്റ്റേറ്റ്മെന്റ് ചെയ്താണ്. if നം ഗ്രേറ്റർ ദാൻ 0, നം ഗ്രേറ്റർ ദാൻ 0 ആണോ നമ്മൾ ചെക്ക് ചെയ്യുന്നു. കോളൻ ഇടണം ഇവിടെ. അതിനുശേഷം പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊടുക്കുകയാണ്. പ്രിന്റ് ഡബിൾ കോട്സ് the number is positive എന്ന് കൊടുക്കുന്നു.
അപ്പോൾ if num greater than 0 ആണെങ്കിൽ number is positive എന്ന് ഔട്ട്പുട്ട് വരും. ഇനി അല്ലെങ്കിൽ അതിന്റെ else if നമ്മൾ കൊടുക്കുകയാണ്. else if അല്ല else if കൊടുക്കുകയാണ്. else if num less than 0. അത് കഴിഞ്ഞിട്ട് കോൾ ഇടണം. ശേഷം print statement ഡബിൾ കോട്ട്സിൽ the number is negative എന്ന് പ്രിന്റ് ചെയ്യണം. number is negative. ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ നമുക്ക് മൂന്നാമത് ഒരേ ഒരു കണ്ടീഷൻ ഉള്ളൂ. അത് നമുക്ക് എൽസ് പാർട്ടാണ് കൊടുക്കുന്നത്. എൽസ് കോൾ ഇടണം. ശേഷം നമ്മൾ പ്രിന്റ് ചെയ്യാണ്. number is 0 എന്ന് പ്രിന്റ് ചെയ്യണം. number is 0. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. ഒരു നമ്പർ ഇൻപുട്ട് ചെയ്യുന്നു. ആ ഇൻപുട്ട് ചെയ്ത നമ്പർ ഗ്രേറ്റർ ദാൻ 0 ആണോ ചെക്ക് ചെയ്യുന്നു. ആണെങ്കിൽ നമ്പർ ഈസ് പോസിറ്റീവ് എന്ന് ഔട്ട്പുട്ട് വരുന്നു. ലെസ് ദാൻ 0 ആണോ ചെക്ക് ചെയ്യുന്നു. ലെസ് ദാൻ 0 ആണെങ്കിൽ നമ്പർ ഈസ് നെഗറ്റീവ് എന്ന് ഔട്ട്പുട്ട് ചെയ്യുന്നു. ഇത് രണ്ടും നടന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരേ ഒരു സാധ്യതയുള്ളൂ, 0 ആണ് സാധ്യത. അപ്പൊ ഈക്വൽ ടു 0 ആണെങ്കിൽ നമ്പർ ഈസ് 0 എന്ന് പ്രിന്റ് ചെയ്യുന്നു. നമുക്കിത് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്യുന്ന സമയത്ത് എൻ്റർ ചെയ്യുന്ന നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടെ നമ്പർ എൻ്റർ ചെയ്യാം. -5. ഓക്കെ, ദ നമ്പർ ഈസ് നെഗറ്റീവ് എന്ന് നമുക്ക് ഔട്ട്പുട്ട് ചെയ്തു. ഇനി നമുക്കിത് 0 കറക്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്യണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഒന്നുകൂടി ഞാൻ പ്രോഗ്രാം റൺ ചെയ്യാണ്. എൻ്റർ ചെയ്യുന്ന നമ്പറിന്റെ സ്ഥലത്ത് ഞാൻ 0 എൻ്റർ ചെയ്യണം. സോ നമുക്ക് ഔട്ട്പുട്ട് വരും ദ നമ്പർ ഈസ് 0. പോസിറ്റീവായ സംഖ്യ കൊടുത്താൽ കറക്റ്റ് ആൻസർ കിട്ടുന്നത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ അതിനു വേണ്ടി എൻ്റർ ചെയ്യുന്ന നമ്പർ ഞാൻ 10 എന്ന് പറഞ്ഞ നമ്പർ കൊടുക്കുകയാണ്. സോ എൻ്റർ അടിക്കുമ്പോൾ ദ നമ്പർ ഈസ് പോസിറ്റീവ് എന്ന് ആൻസർ കിട്ടും. അപ്പൊ അത്രയേ ഉള്ളൂ if else സ്റ്റേറ്റ്മെന്റ്, കണ്ടീഷൻ സ്റ്റേറ്റ്മെന്റ് ആയ if else സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ്. ഓക്കെ, താങ്ക് യു.